നല്ല സന്തോഷം. ഊണൊക്കെ കഴിച്ചല്ലേ? ഇഷ്ടപ്പെട്ടോ ഭക്ഷണമൊക്കെ? പേരെന്താ? നടരാജ്. ഇത് ഭാര്യ റാണി. ഇവിടെയാണ് എപ്പോഴും ഉണ്ടാവണം. ഇടയ്ക്ക് അങ്ങ് ഇതുപോലെ വരുമ്പോൾ ഭക്ഷണമൊക്കെ തരാം. ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ എന്നാ സന്തോഷം. നമസ്കാരം. ബിഷപ്പിന്റെ വിളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒരു വിളി ഉണ്ട് അല്ലെ? വിളിച്ചോണ്ടിരിക്കണേ. ഇതില്ലാത്ത ആരും ഈ ലോകത്ത് ഒരു VIP ഇല്ല. ഏറ്റവും താഴ്ന്നവരായാലും അല്ലെ, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഈ സമയത്തിന്റെ ഒന്ന് തൊപ്പിയൊക്കെ വെച്ച് എന്താണ് പരിപാടി? ക്രിസ്മസ് അല്ലേ ഈ മാസം? ഓ, അപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ച് ഷീലേ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് സാധാരണ സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ. കാരണം ഒത്തിരി ആൾക്കാര് ക്രിസ്മസിനെ പ്രതി ഉപവസിച്ച് പട്ടിണി കിടക്കുമ്പോ വേറൊരു വശത്ത് പട്ടിണി കിടക്കുന്നവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണേ. അപ്പൊ എന്തൊക്കെയുണ്ട് വിഭവങ്ങൾ? നമ്മള് ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്, നല്ല കൂട്ടാറ് കറി, നാരങ്ങച്ചാറ്. അപ്പൊ ഇതെല്ലാം ചേർത്തുള്ള പാക്കറ്റുകളാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എത്തിയാൽ മാത്രം മതി. ദൈവത്തെ മുഖാമുഖം കാണുന്ന ഒരു അവസരവും കൂടെയാണ് അല്ലെ. ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ ഇവര് കണ്ടെത്തണമെന്നാണ് എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. അന്നദാനം മഹാദാനം. അതുപോലെ ദാനധർമ്മ ആപത്തിനെ തടയും. പിന്നെ വിശക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ ആർക്ക് തന്നെ കൊടുക്കുന്നത്? ദൈവത്തിന് തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഇതിനുള്ള നിയോഗങ്ങളെയും വ്യക്തികളെയും എല്ലാം സമർപ്പിച്ച് നമ്മളിപ്പോ 5 വർഷമായി അല്ലെ, 5 വർഷമായിട്ട് ആരംഭിച്ചതാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ സമയത്ത് ഈ ഭക്ഷണപ്പൊതികൾ മാത്രമല്ല, ദൈവമേ ഞങ്ങളെ നന്മ ചെയ്യാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ, ഞങ്ങളുടെ സഹായം ആവശ്യമുള്ളവരെ കാണിച്ചു തരണമേ, സഹായിക്കാൻ തന്മനസ്സുള്ളവരെ കാണിച്ചു തരണേ. ഇതും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് കട്ടില് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കല്ല, കട്ടില് കിട്ടിയിട്ടുണ്ട്, കിടക്കകൾ കിട്ടിയിട്ടുണ്ട്, TV കിട്ടിയിട്ടുണ്ട്, ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട്, സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ആർക്ക് കിട്ടിയിട്ടുണ്ട്? കൊടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ട് അല്ലെ. ഇപ്പൊ ആർക്ക് കൊടുക്കുമോ? ഇതൊന്നും ആർക്കും വേണ്ടെന്നും പറഞ്ഞ് അവിടെ മാറാമ്പലും കയറി പൊടിയും കയറി ഇരിപ്പുണ്ടാവും. വേറെ പുതിയത് മേടിച്ച് എക്സ്ചേഞ്ച് കൊടുത്ത് 500 കിട്ടുള്ളൂ. പക്ഷെ ഉപയോഗയോഗ്യമായതാണെങ്കിൽ ഒത്തിരി വസ്ത്രങ്ങൾ ഇപ്പൊ 2-3 തവണ വണ്ടി നിറച്ച് കളക്ട് ചെയ്ത് എത്തിക്കേണ്ടടുത്ത് എടുത്ത് ഇവിടെ വന്നും ചിലരൊക്കെ എടുത്ത്. അപ്പൊ അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളും അത് കാണുന്നവരുടെ ഓർമ്മയിലേക്ക് തരികയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ അധികപ്പറ്റായിട്ട് വെച്ചിരിക്കുന്ന ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ കിടക്ക പോയിട്ടൊരു കട്ടില് പോലും ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ TV ഒക്കെ ഇല്ലാത്ത വീടുകളൊക്കെ കണ്ടെത്തി, അല്ലെങ്കിൽ പഴയ TV വർഷങ്ങളായി അടിച്ചു പോയിട്ട് അവരങ്ങനെ അതും വെച്ചുകൊണ്ട് ഇരിപ്പാണ്. വർക്കൊന്നും ചെയ്യണില്ല, അല്ലെങ്കിൽ ഒച്ച മാത്രം കേൾക്കാം. ഇത് പിക്ചറൊന്നുമില്ല അല്ലെ. നമ്മുടെ വീട്ടിൽ TV കൊണ്ടേ കൊടുത്തപ്പോൾ കണ്ടില്ലേ, പിക്ചറൊന്നുമില്ല, ഒച്ച മാത്രം. വർഷങ്ങളായിട്ട് അവരത് അടക്കമാണ്. അപ്പൊ ഒരു TVയും കൊണ്ട് ചെന്നപ്പോൾ അവരുടെ സന്തോഷം എന്തായിരുന്നു അല്ലെ. അപ്പൊ ഇതുപോലെ നമുക്ക് നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ എന്ത് പറ്റും? ഹാപ്പി ക്രിസ്മസ്. അതാണ് ബിഷപ്പിന്റെ വിളി. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.